ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡി പ്രതിപക്ഷ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലായിരുന്നു കൂടിക്കാഴ്ച. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതേസമയം എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഘടകകക്ഷി നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കൂടിയാലോചനകളുടെ ഭാഗമായാണ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡി പ്രതിപക്ഷ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്ന യോഗത്തിൽ ആം ആദ്മി പാർട്ടി എംപിമാർ ഉൾപ്പെടെ പങ്കെടുത്തു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ആശയപരമായ പോരാട്ടത്തിനാണ് ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത്. അതേസമയം NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP നേതാവ് CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഘടകകക്ഷി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഭരണാധികാരിയായ രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, JP നദ്ദ എന്നിവർ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുത്തു. എന്നാൽ BJP നോമിനിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സെപ്റ്റംബർ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 782 എംപിമാരാണ് വോട്ട് ചെയ്യുക. ജയിക്കാൻ വേണ്ടത് 392 വോട്ട്. നിലവിൽ NDAയ്ക്ക് 423 എംപിമാരുടെ പിന്തുണയുണ്ട്. 326 വോട്ടാണ് ഇന്ത്യ കൂട്ടായ്മയ്ക്കുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി.